സമാധാനപരമായിരുന്ന കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാകാൻ ബോധപൂർവം ശ്രമിക്കുന്നവർ ഇത്തരം നാടകങ്ങളിലൂടെ ജനശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്. പരിക്കേറ്റ മന്ത്രിയെ ICUവിലേക്ക് മാറ്റിയ സാഹചര്യത്തെയും മുഖ്യമന്ത്രിയും സ്പീക്കറും നടത്തിയ ശക്തമായ അപലപനത്തെയും പരിഹസിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയമായ വിയോജിപ്പുകളെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെയും ശാരീരികമായ കടന്നാക്രമണങ്ങളിലൂടെയും നേരിടാനുള്ള ചിലരുടെ നീക്കം കേരളത്തിന്റെ ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ സഹിഷ്ണുതയ്ക്കും കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായിട്ടുള്ള കയ്യേറ്റം ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ നികൃഷ്ടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എവിടെയും നടക്കാമെങ്കിലും ഒരു മന്ത്രിക്ക് നേരെയും വനിതയ്ക്ക് നേരെയും ശാരീരികമായിട്ടുള്ള അതിക്രമം നടത്തുന്നത് കേരളം ഇതുവരെ ശീലിച്ചിട്ടുള്ള രാഷ്ട്രീയ രീതിയല്ല. ഒരു മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടുള്ള വൈദ്യസഹായം ഉറപ്പാക്കുക എന്നുള്ളത് സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അമേരിക്കയിൽ നിന്ന് പോലും രോഗികൾ കേരളത്തിൽ ചികിത്സാ മികവ് തേടി വരുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ ചികിത്സയിൽ ഇരിക്കുന്ന മന്ത്രിയെ പരിഹസിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ നേട്ടങ്ങളെ ഒന്നാകെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസിനെ കുറ്റം പറയുന്നവർ യഥാർത്ഥത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീയെ നടു റോഡിൽ കയ്യേറ്റം ചെയ്യുന്നതും ശാരീരികമായി ഉപദ്രവിക്കുന്നതും നിസ്സാരമായി കാണാനാവില്ല. സമാധാനപരമായിരുന്ന കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവർ ഇത്തരം നാടകങ്ങളിലൂടെ ജനശ്രദ്ധ തിരിക്കാനാണ് നോക്കുന്നത്. മന്ത്രി വീണ ജോർജിനെ മികച്ച നടിയെന്ന് വിശേഷിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്ത് യോഗ്യതയാണുള്ളത്? യഥാർത്ഥത്തിൽ കളങ്കാവലിലെ മമ്മൂട്ടിയെ പോലെ അഭിനയത്തിൽ വിസ്മയം തീർക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പീഡന പരാതികളിലും ഭ്രൂണഹത്യ പോലുള്ള ക്രൂരമായിട്ടുള്ള ആരോപണങ്ങളിലും മുങ്ങി നിൽക്കുന്ന രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇതിനോടകം തന്നെ പുറത്താക്കിയിരിക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. 3-ലധികം പെൺകുട്ടികളുടെ പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് നാണം കെട്ട് പുറത്തുപോയ ഒരാൾക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിയെ അധിക്ഷേപിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? സ്വന്തം സ്വഭാവ ദൂഷ്യം കൊണ്ട് പൊതുസമൂഹത്തിൽ മുഖം നഷ്ടപ്പെട്ട രാഹുലാണ് യഥാർത്ഥത്തിൽ മികച്ച നടൻ എന്ന പുരസ്കാരത്തിന് അർഹൻ. മന്ത്രിയുടെ ഓരോ ചലനത്തെയും അഭിനയമായി ചിത്രീകരിക്കുന്നവർ രാഹുലിന്റെ പീഡന ചരിത്രങ്ങളെ കുറിച്ച് പുലർത്തുന്ന മൗനം ഭയാനകരമാണ്. ഒരു വശത്ത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പേരിൽ അതിക്രമം കാണിക്കുകയും മറുവശത്ത് ഇരവാദം മുഴക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഇരട്ടത്താപ്പ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മന്ത്രിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിന്റെ നാടകീയതയോട് ഉപമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ജീവിതത്തിൽ നാടകങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. പീഡന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾ മറ്റുള്ളവരെ അഭിനയം പഠിപ്പിക്കാൻ വരുന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മലിനമാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പൊതുസമൂഹം വലിയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായിട്ടുള്ള കടന്നാക്രമണം വെറും ഒരു രാഷ്ട്രീയ പ്രതിഷേധമല്ല, മറിച്ച് സഹിഷ്ണുതയില്ലാത്ത ഒരു വിഭാഗം നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ മലയാളികളുടെയും കടമയാണ്. അഭിനയത്തിന്റെ പേരിൽ മന്ത്രിയെ അധിക്ഷേപിക്കുന്ന പുറത്താക്കപ്പെട്ട നേതാക്കൾ ആദ്യം സ്വന്തം കറ കഴുകി കളയുകയാണ് വേണ്ടത്. രാഹുലിനെ പോലുള്ളവർ ഉയർത്തുന്ന വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെ കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ പകൽ വെളിച്ചത്തിൽ പ്രയത്നിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ ഇരുട്ടിന്റെ മറവിൽ ഗൂഢാലോചന നടത്തുന്നവർക്ക് പൊതുജനം വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്തരം നീചമായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണമെന്നും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കണമെന്നുമാണ് ഭരണപക്ഷത്തെ കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. മന്ത്രിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തെ നാടകീയതയോട് ഉപമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ജീവിതത്തിലെ നാടകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.